ഹലോ, ഇന്നത്തെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിനെയും കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ വീട്ടിൽ 3 ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ട്. 2 എണ്ണത്തുമ്മ വരെ കഴിഞ്ഞ തവണ ഫ്രൂട്ട് ഉണ്ടായി. ഇത്തവണ 3 എണ്ണത്തുമ്മയും ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ 2 എണ്ണത്തുമ്മ ഫ്രൂട്ട് ഉണ്ടായപ്പോൾ 3 4 മാക്സിമം 5 വരെയൊക്കെയുള്ള ഫ്രൂട്ടാണ് ഉണ്ടായിട്ടുള്ളൂ. അതും വളരെ ചെറിയ ഫ്രൂട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഫ്രൂട്ടിൻ്റെ കളറ് ഉൾവശം പിങ്ക് നിറമാണ് കേട്ടോ. ഞാൻ ഈ ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങിച്ചേക്കണത് മണ്ണുത്തിയിൽ നിന്നാണ്. മണ്ണുത്തി തന്നെ കുറേ ഉള്ളി പോയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. ഇതിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു നഴ്സറിയാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങിച്ചത്. 2 കൊല്ലത്തിനുള്ളിൽ അത് കായ്ക്കും എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും കാച്ചു. പിന്നെ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഞാൻ മേടിച്ചിരുന്നത്. തീരെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചത്. സാധാരണ ഞാൻ ഈ ഫ്രൂട്ട് പ്ലാന്റിനെ അത്യാവശ്യം വളമൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ സമ്മറാവുമ്പോൾ ആഴ്ചയിലൊരിക്കൽ നനച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൊല്ലം ഞാൻ സമ്മറിൽ നനച്ചേ കൊടുത്തിട്ടില്ല ഈ ഫ്രൂട്ട് പ്ലാന്റിന്. പിന്നെ 1-2 പ്രാവശ്യം കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം സ്ലറി ഡൈലൂട്ട് ചെയ്തിട്ട് 2-3 പ്രാവശ്യം വീത്തി കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അതിന് ഒരു വെള്ളവും അതായത് നമ്മൾ സാധാരണ നനയ്ക്കണ പോലെയുള്ള നനയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ അതുമേ ഫ്രൂട്ട് ഉണ്ടായി. ഫ്ലവർ വിരിഞ്ഞത് 3 ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ മൊട്ടുകളായിട്ടുള്ളൂ. അത് വലുതായി ഫ്ലവർ വിരിയാറായിട്ടില്ല. പക്ഷെ 3 വിരിഞ്ഞത് നല്ല മഴയുള്ള ദിവസമായിരുന്നു. 2 ഒരു ബ്രാഞ്ചിന്മേയും മറ്റേ ബ്രാഞ്ചും ഒരെണ്ണമായിട്ടാണ് നിന്നിരുന്നത്. അത് ഞാൻ പൂ വിരിഞ്ഞിട്ട് അന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോൾ പൂ വിടർന്നിട്ടില്ല. അത് ഇങ്ങനെ പകുതി വിരിഞ്ഞോണായിട്ട് മഴ കാരണം ആ വെള്ളത്തിൻ്റെ വെയിറ്റ് കൊണ്ട് വിരിയാൻ പറ്റാതെ അതിങ്ങനെ പകുതി ഭാഗം ക്ലോസ് ചെയ്തോണൊക്കെ എടുക്കണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരു ഫ്ലവർ ഓപ്പണാക്കി എൻ്റെ വിരൽ കൊണ്ട് ഇങ്ങനെ പൂമ്പൊടി ആക്കി കൊടുത്തു. മറ്റേ 2 ഫ്ലവർ ഒന്ന് പതുക്കെ ഇങ്ങനെ തുറന്നിട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ചെറിയ ഈച്ചകളും പ്രാണികളും വന്നു പോണ്ടായിരുന്നു. ഞാനത് ഫ്ലവർ ഇത് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 3 ഫ്ലവറും ഇതുവരെ കൊഴിഞ്ഞു പോയിട്ടില്ല. അത് ഫ്രൂട്ടായിട്ട് കിട്ടും എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇപ്പം അതിങ്ങനെ ചീഞ്ഞ പോലെ ആയിട്ടാണ് അതിൻ്റെ ഫ്ലവർ നിൽക്കണത്. പിന്നെ ഞാനിത് കുഴിച്ച് വെച്ചിരിക്കുന്നത് 20 ലിറ്ററിൻ്റെ പെയിൻറ്റും പാട്ടയിൽ ആദ്യം അടിയിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ മണ്ണും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലും പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആ പെയിൻറ്റും പാട്ട വേരിറങ്ങിപ്പോയിട്ടാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ഹാർഡായിട്ടാണ് അത് നിൽക്കുന്നത്. അതിന് നമുക്കൊന്നും ഇങ്ങനെ നീക്കി വെക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ്. പിന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിനെ കയറ്റി വിട്ടേക്കുന്നത് അതിങ്ങനെ എന്താ പറയുക വെച്ച് കെട്ടി കയറ്റി വിട്ടേക്കുന്നത് ഒരു ഇരുമ്പ് പൈപ്പമ്മയാണ്. ആ ഇരുമ്പ് പൈപ്പ് താഴെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് അതുമ്മയാണ് കയറ്റി വിട്ട് അത് വീണ് കെടുക്കാനായിട്ട് സാധാരണ നമ്മൾ മുകളിൽ ഒരു ടയർ വയ്ക്കാറുണ്ട്. അത് ഞാൻ ടയറല്ല വെച്ചിരിക്കുന്നത്. ഒരു കമ്പി വെറുതെ വളച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പുറത്തോട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പ് വീഴ്ത്തി ഇട്ടിട്ട്, അതായത് അതിങ്ങനെ ബാലൻസ് ചെയ്തിട്ടിട്ട് അതുമൊരു കമ്പിയാണ് ഞാൻ വളച്ച് വെച്ച് കൊടുത്ത് അതിനെ നിർത്തിയിരിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് കാറ്റസ് വിഭാഗത്തിൽപ്പെട്ട ചെടി ആയതുകൊണ്ട്, അതായത് കള്ളി മുൾ വർഗത്തിൽപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് നന തീരെ ആവശ്യമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും കുറച്ച് വളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ പ്ലാന്റ് നമ്മൾ കുഴിച്ചിടുമ്പോൾ നല്ലോണം വെയിലുള്ള സ്ഥലം നോക്കി നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കണം. പിന്നെ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ്.
ചെറിയ മൊട്ടുകളായിട്ട് നല്ലോണം 10-20ലും കൂടുതൽ മൊട്ടുകൾ എൻ്റെ ഫ്രൂട്ട് പ്ലാന്റിന്മേൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മഴ കാരണം എല്ലാതും കിട്ടുമോ എന്ന് എനിക്കറിയില്ല, കൊഴിഞ്ഞു പോകുമെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നല്ല മധുരമുള്ള ഫ്രൂട്ടായിരുന്നു. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റോ മധുരമോ ഒന്നല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഫ്രൂട്ടിന് ഉണ്ടാവുക. ഞാൻ ഈ ഫ്രൂട്ട് പ്ലാന്റ് വെച്ചിട്ട് 5 കൊല്ലമൊക്കെ കഴിഞ്ഞു, 6ാം കൊല്ലമാണ്. സാധാരണ കൃഷിയെ പോലെയല്ല ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി. വളരെ എളുപ്പമുള്ളൊരു കൃഷിയാണ്. നമ്മുടെ സൗകര്യം പോലെ കെയർ ചെയ്താൽ മതി.